അപ്പോൾ ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ ഇന്ന് എന്താ വെച്ചാൽ നമ്മളെ പുതിയ അതിഥികളായ ബ്രമ്മിനെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇതുവരെ എല്ലാത്തൊരു ബ്രീഡാണ്. ഫസ്റ്റ് ടൈമാണ് ഞാൻ റംബ് പാരക്കീറ്റ്സിനെ ചെയ്യുന്നത് കേട്ടോ. അപ്പം ഓരോ ഡീറ്റെയിൽസ്, ഓരോ ബ്രീഡിങ് എങ്ങനെയാണ്, ഓരോ ഫുഡ് കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ള ഒരു വീഡിയോസ് അവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇവരെ ജനസ്ഥാനം വെച്ചാൽ തെക്ക് കിഴക്കൻ ഓസ്ട്രേലിയ കേട്ടോ. അവിടെ മുറൈ ഡാർലിംഗ് തടാകത്തിന്റെ ആ ഭാഗങ്ങളിലാണ് ഇവരെ സാധാരണ കാണാറുള്ളത് കേട്ടോ. അപ്പം അവിടെ തന്നെ ഇവർ പലതരത്തിലുള്ള വെറൈറ്റീസ് ഇവരിലുണ്ട്. റെഡ് ഉണ്ട്, യെല്ലോ സീരീസ് ഉണ്ട്, ബ്ലൂ സീരീസ് ഉണ്ട്. അതൊക്കെ മ്യൂട്ടേഷൻസിലൂടെ വന്നതാണെന്ന് പലരും പറയുന്നുണ്ട്. ചിലത് അവിടെ തന്നെ കണ്ടുവരുന്നതാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനെ പറ്റിയുള്ള വലിയ ധാരണകളൊന്നും എനിക്കില്ല. അതുപോലെ തന്നെ ഇവർ മറ്റൊരു പേരാണ് ഗ്രാസ് പാരാക്കീറ്റ്സ് എന്ന് അറിയപ്പെടുന്നുണ്ട് ഇവർ. അതായത് പുല്ല് തിന്ന തത്തകൾ എന്ന് അറിയപ്പെടുന്ന രീതിയിലുണ്ട് കേട്ടോ ഇവരെ പ്രധാന ഭക്ഷണം എന്നത്. അപ്പോൾ നമ്മളിവിടെ നമ്മളെ കേരളത്തിൽ അല്ലെങ്കിൽ നമ്മളിവിടെ ഇന്ത്യയിലൊക്കെ പോരുന്നവരാണെങ്കിൽ സർവ്വസ്ഥാനത്തും ഞാൻ പല ബ്രീഡേഴ്സുകാർക്ക് അന്വേഷിച്ചത്, അതായത് റംബിനെ പോലും ബ്രീഡേഴ്സുകാർക്ക് അന്വേഷിച്ച സമയത്ത് അവർ പറഞ്ഞതെന്ന് വെച്ചാൽ സ്പ്രൗട്ടഡ്, അതായത് നമ്മൾ മുളപ്പിച്ച പഴവർഗ്ഗങ്ങൾ, മുളപ്പിച്ച ധാന്യവർഗ്ഗങ്ങൾ, അതുപോലെ തന്നെ സീഡ് മിക്സ്, അതുപോലെ തന്നെ പുല്ല്, നമ്മളത് ചീര, തുളസി, പുതിന, അങ്ങനത്തെ ഇലവർഗ്ഗങ്ങളില്ലേ, അത് നന്നായിട്ട് കഴിക്കുന്നു പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ അത്തരം ഭക്ഷണമാണ് നമ്മൾ നിലവിൽ ഇവിടെ ഇവിടെ ഇന്ത്യ ബേസൊക്കെ പോരുന്ന ബ്രീഡേഴ്സ് കൊടുത്തു വരുന്നതാണ് എനിക്കൊരു അറിവ്. അപ്പോൾ ഞാൻ ഇവിടെ കൊടുക്കുന്നത് വെച്ചാൽ സെയിം ആണ്, സ്പ്രൗട്ടഡ്. അത് മോർണിംഗ് ഇവർക്ക് സ്പ്രൗട്ടഡ് കൊടുക്കും, നന്നായിട്ട് കഴിക്കുന്നുണ്ട്. അതിന് പുറമെ ഞാൻ ഈ പച്ചക്കറികൾ പലതും പരീക്ഷിച്ച് നോക്കി, അതിൽ നന്നായി കഴിക്കുന്ന ഒന്നാണ് ബീട്രൂട്ട്. ഇവർ നന്നായിട്ട് കഴിക്കുന്നുണ്ട്. പിന്നെ അതിന് പുറമെ പച്ചക്കറി അല്ലാതെ നമ്മൾ ചോളം കൊടുക്കുന്നുണ്ട്, അത് നന്നായിട്ട് കഴിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ മിക്ക ഇലവർഗ്ഗങ്ങളും, അതായത് ചീര നന്നായിട്ട് കഴിക്കുന്നുണ്ട്. അതേപോലെ തന്നെ തുളസി കഴിക്കുന്നുണ്ട്, പുതിനേൻ്റെ ഇല നന്നായിട്ട് കഴിക്കുന്നുണ്ട്, അത്ര ഇല, മുരിങ്ങേൻ്റെ ഇല, അങ്ങനത്തെ ഇലകൾ നന്നായിട്ട് കഴിക്കുന്നത് കാണുന്നുണ്ട് കേട്ടോ. ഞാൻ അവിടെ കൊടുക്കുന്ന സമയത്ത് അവർ നന്നായിട്ട് കഴിക്കാറുണ്ട്. പിന്നെ ഒരു ലൂസ് മോഷനോ കാര്യങ്ങളൊന്നും തന്നെ ഫുഡ് ഇൻഫെക്ഷനോ ഒന്നും വന്ന് ഞാൻ ഇത് കണ്ടിട്ടില്ല. അപ്പം നമുക്ക് ധൈര്യത്തോടെ കൊടുക്കുകയും ചെയ്യാം. പിന്നെ ഇവരെ ബ്രീഡിങ് പറയുകയാണെങ്കിൽ, ബ്രീഡിങ്ങിനെ സംബന്ധിച്ചിട്ട് തണുപ്പുള്ള പ്രദേശങ്ങളിൽ വളരെ റിസ്ക് ആണെന്നാണ് പലരും പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ സൈലൻസിനെ വളരെ ഇഷ്ടപ്പെടുന്ന ബേഡ്സുകളാണ്. ഒരു സൈലന്റ് അറ്റ്മോസ്ഫിയർ ഇവർക്ക് ക്രിയേറ്റ് ചെയ്യുന്നത് വളരെ വലിയ ആവശ്യം കേട്ടോ. കാരണം നമ്മൾ ഈ സൺകുനൂർസിനെ പെട്ട ഒരു കാരണവശാലും ബ്രീഡ് ആവില്ല 100% ഉറപ്പാണ് എനിക്ക്. കാരണം നമ്മൾ പല ബേഡ്സുകൾ ഈ സൺകുനൂർസിനെ പെട്ടിട്ട് ബ്രീഡ് ആവുന്നില്ല. പിന്നെ ഇവരെ കാര്യം പറയും വേണ്ട. അപ്പോൾ ഇവർക്ക് എന്നുള്ളൊരു അറ്റ്മോസ്ഫിയർ നമ്മൾ വേറെ ഉണ്ടാക്കി കൊടുക്കണം. അതായത് കുറച്ച് പുല്ല് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയർ വേണം ഇവർക്ക് ഉണ്ടാക്കി കൊടുക്കാനാണ് പലരും പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ പറയുകയാണെങ്കിൽ കേരളത്തിൽ ഇപ്പോൾ നല്ല കുറേ ബ്രീഡേഴ്സാണ്. അതിലിപ്പോൾ പറയുകയാണെങ്കിൽ സെബിയാട്ടൻ, തൃശ്ശൂരുള്ള സെബിയാട്ടൻ, മൂപ്പര് നല്ല വൃത്തി ഇതിനെ ചെയ്യുന്നുണ്ട്. അപ്പോൾ മൂപ്പരെ അടുത്താണ് ഞാൻ എല്ലാത്തിനും ചോദിക്കാറ്. അപ്പോൾ മൂപ്പര് പറഞ്ഞൊരു കാര്യമാണ്, ഇതിന് സൈലൻസ് വളരെ മസ്റ്റാണ്. അതിൽ തണുപ്പുള്ള ഏരിയയിൽ ബ്രീഡാവാൻ കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. സണ്ണിൻ്റെ കൂടെ എന്ന് വെച്ചാൽ ഒരു കാരണവശാലും ബ്രീഡാവാനുള്ള ചാൻസ് വളരെ കുറവാണ്. അത് ചില ബേഡ്സുകളിൽ ഞാൻ വന്ന കാര്യമാണ്. പല ബ്രീഡേഴ്സ് പറഞ്ഞിട്ടും ഞാനത് അംഗീകരിച്ചില്ല മീൻസ് ഞാനത് വിശ്വസിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ ഇപ്പം എൻ്റെ അനുഭവത്തിൽ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി. എൻ്റെ അടുത്ത് ഏകദേശം 4-5 പേരോളം സൺകൊനൂർസ് ഉണ്ട്. ആ സൺകൊനൂർസുകളെ സൗണ്ട് കാരണം നമുക്ക് തന്നെ പുറത്തിറങ്ങാൻ കഴിയൂല ചില സമയത്ത്. ആ സമയത്താണ് പിഞ്ചസുകൾ ഈ സൺകൊനൂർസ് വരുന്നതിന് മുമ്പ് വരെ വളരെ അടിപൊളിയായിട്ട് ബ്രീഡായ ബേഡ്സുകളാണ് എനിക്ക്. വളരെ അടിപൊളിയായിട്ട് പിഞ്ചസുകൾ, ബജീസൊക്കെ. സൺകൊനൂർസ് വന്ന ശേഷം പിഞ്ചസുകൾ, കൊക്കട്ടൈൽസുകൾ, അതേപോലെ തന്നെ ബജീസുകൾ ഒക്കെ ബ്രീഡിങ് ഏകദേശം താറുമാറായ അവസ്ഥയിലാട്ടോ പോകുന്നത്. ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഞാൻ മുമ്പത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കണ്ടവർക്കറിയാം. അതുപോലെ തന്നെയാണ് ഇവരും. അപ്പോൾ ഇവരെ സംബന്ധിച്ചിട്ട് അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയർ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് ഇവർ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് സൈലന്റ്, അത് വളരെ സൗണ്ടുകളൊന്നും ഇല്ലാത്ത രീതിയിലാണ് ഇവർക്ക് നമ്മൾ കേജ് ഒരുക്കാൻ. അതുപോലെ തന്നെ ഡേ ലൈറ്റ് വെളിച്ചം കിട്ടുന്ന ഒരു ഏരിയ ആയിരിക്കണം. കാറ്റ് കാര്യങ്ങളൊക്കെ ഒരു പാസേജ് ഉള്ള ഏരിയ ആയിരിക്കണം കേട്ടോ ഇവർക്കുള്ള. കാരണം ഇവർ അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയറിൽ നിന്ന് വന്ന ബേഡ്സാണ്. ഇപ്പോൾ ഇവർ നമ്മൾ വെച്ചാൽ ഇപ്പോൾ കേരള ക്ലൈമറ്റ് ആയിട്ട് ഒരുവിധം അടുത്തിണങ്ങി ജീവിക്കുന്നവരാണ്. കാരണം ഇവിടുത്തെ തന്നെ വേറെ ജനറേഷൻസ് വിരിഞ്ഞിറങ്ങിയാണല്ലോ. പക്ഷേ നമ്മൾ വേറൊരു കാര്യം ശ്രദ്ധിക്കണം, ഇവരെ മുൻ തലമുറക്കാർ അവിടുത്തെ ജീനാണ്, അതായത് ഓസ്ട്രേലിയ ആ ഒരു ഭാഗത്താണ്. പക്ഷെ എൻ്റെ സംശയമാണെങ്കിൽ ഓസ്ട്രേലിയ തണുപ്പാണ്. പക്ഷെ എന്തുകൊണ്ട് ഇവിടുത്തെ ക്ലൈമറ്റിൽ ഒരു ബ്രീഡ് ആവുന്നില്ല എന്ന് എനിക്കൊരു സംശയമുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് വ്യക്തമായി പഠിച്ചിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്ന പല റംബിനെ പോറ്റുന്ന കുറേ പേരുകളുണ്ട്. അപ്പോൾ കുറേ ബ്രീഡേഴ്സ് ഉണ്ട്. അപ്പോൾ ഓരും ഇത് ചില സമയങ്ങളിൽ പറഞ്ഞ് കാണാറുണ്ട്. അതുപോലെ തന്നെ ഒരുക്കി കൊടുക്കുന്ന അറ്റ്മോസ്ഫിയർ കണ്ടാൽ നമ്മൾ ഞെട്ടിപ്പോകും. കാരണം വെച്ചാൽ ഒരു വലിയ കേജ്, അതിനുള്ളിൽ ഫുള്ള് പുല്ല് കാര്യങ്ങൾ, മരങ്ങളൊക്കെ, അങ്ങനത്തെ ഒരു പുറമെ എങ്ങനെയാണ് അതുപോലത്തെ ഒരു അറ്റ്മോസ്ഫിയർ ആണ് അവിടെ
ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ സോ അവിടെ ബ്രീഡിംഗ് സ്ഥലത്ത് കൂടുതലാണ്. ഇവിടെ നമുക്ക് പൊതുവെ 4 മുതൽ 6 മുട്ട വരെ എഗ്ഗ് ചെയ്യാറുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. എനിക്ക് എൻ്റെ കയ്യിൽ ബ്രീഡ് ആവാത്തതുകൊണ്ട് എനിക്ക് ഒന്നും തന്നെ ഉറപ്പിച്ച് പറയാൻ കഴിയൂല. അതിൽ 4 എഗ്ഗ് 4 കുട്ടികൾ 3 കുട്ടികൾ വരെ വിരിഞ്ഞിറങ്ങാറുണ്ട്. പിന്നെ റംബിൻ്റെയിൽ ഏറ്റവും വലിയൊരു സങ്കടകരമായ കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഫീമെയിൽ പെട്ടെന്ന് ഡെഡായി വരുന്നത് കാണാറുണ്ടെന്നാണ് പലരും പറയുന്നത് കേട്ടോ. അതേപോലെ തന്നെ റംബിൻ്റെ ഫീമെയിലിനെ കിട്ടാൻ വളരെ ഇടങ്ങേറാണ്. ഇപ്പോൾ ഇതിൻ്റെ ഒരു ഇതിന് ഫീമെയിൽ ഡെഡായ സമയത്ത് തന്നെ ഞാൻ ഫീമെയിലിന് വേണ്ടി നന്നായിട്ട് അലഞ്ഞിട്ടുണ്ട്. നല്ല റേറ്റാണ്. ഏകദേശം പെയറിന് നമുക്ക് ഇവർക്ക് വരുന്നത് ഒരു 18-19 രൂപയാണ് പെയറിന് വരുന്നെങ്കിൽ ഫീമെയിൽ മാത്രം 12 രൂപ വരെ ചോദിക്കുന്നുണ്ട്. അപ്പം ഫീമെയിലിനെ സംബന്ധിച്ചിട്ട് ഫീമെയിൽ റേറ്റ് കൂടുതലാണ്. അത് ഏജ് ഇല്ല, ഒരു സെമി അഡൽട്സിനൊക്കെയാണ് ആ റേറ്റ് വരുന്നത്. അപ്പം ഫീമെയിൽ സംബന്ധിച്ചിട്ട് നല്ല റേറ്റാണ്. അത് ഫീമെയിൽ ഡെഡ് ആവുന്നതുകൊണ്ടാണെന്നാണ് പറഞ്ഞത്. ഫീമെയിൽസ് കേരളത്തിൽ കിട്ടാൻ പാടാണ്. അപ്പം ഇപ്പോൾ കുറേയൊക്കെ കൊൽക്കത്ത ബേഡ്സും അവിടുന്ന് ഇവിടുന്നൊക്കെയുള്ള ബേഡ്സ് വന്നിട്ട് ഇപ്പോൾ ലോട്ട് കണക്കിന് സാധനം കിട്ടാനുണ്ട്, മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പക്ഷെ ഞാൻ അങ്ങനത്തെ എടുക്കാറില്ല. ഞാൻ ബ്രീഡേഴ്സിനെ മാത്രമേ എടുക്കാറുള്ളൂ ബേഡ്സിനെ. ഞാൻ പറഞ്ഞില്ലേ, ചില സമയത്ത് ഞാൻ ഷോപ്പ് പോകുമ്പോൾ അത് ഞാൻ കണ്ടിട്ട് ഷോപ്പുകളിലാകുമ്പോൾ ഞാൻ നേരിട്ട് പോയി കണ്ടിട്ടാണ് ഞാൻ എടുക്കാറ്. അല്ലാത്ത സമയത്ത് നമ്മൾ ഓരോരുത്തർ ട്രസ്റ്റിന് മേലെ നമ്മൾ അയച്ചു കൊടുത്തിട്ട് മേടിച്ചുകൊണ്ടിരുന്നതാണ്. അതെല്ലാം 100 to 100 നമുക്ക് ബ്രീഡാവുമെന്നൊന്നും ഒരിക്കലും പറയാൻ പറ്റൂല. ചില കാരണങ്ങൾ കൊണ്ട് പല കാരണങ്ങൾ കൊണ്ട് ചിലപ്പോൾ നമുക്ക് ഡെഡ് ആവാറുണ്ട്. ഓക്കെ, അപ്പോൾ ഞാനിന്ന് ഇവരെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ശരിക്കും പറഞ്ഞാൽ പഞ്ചറിന് തത്താന്നൊക്കെ പറയാം, ഭയങ്കര ഭംഗിയാണ് ഇവരെ കാണാൻ കേട്ടോ, ഭയങ്കര രസമാണ് കാണാൻ. അതേപോലെ തന്നെ ഇവരെ സൗണ്ടൊക്കെ കേൾക്കാൻ ഭയങ്കര രസമാണ്. നമ്മൾ വിചാരിച്ചാലൊന്നല്ല, ഭയങ്കര ഇപ്പോൾ സണ്ണിൻ്റെ ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഇവരെ സൗണ്ടൊക്കെ വളരെ രസമാണ്. ഇവർ കരയുന്നതൊക്കെ വളരെ രസമാണ് കേൾക്കാൻ കേട്ടോ. അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. അമ്മേൻ്റെ ഫേവറേറ്റ്സ് ആണ് ഇവർ. ഒരു ഇടങ്ങേറില്ല ഇവരെ കൊണ്ട്, സത്യം പറയുകയാണെങ്കിൽ ഒരു ഇടങ്ങേറില്ല. മറ്റുള്ള ബേഡ്സിനെ പോലെ ഒന്നുമല്ല. ഫുഡ് തട്ടി മാറ്റിയേ അല്ലെങ്കിൽ ഫുഡ് കളയേ അങ്ങനെ ഒന്നുമില്ല. ഇവർക്ക് നമ്മൾ ഫുഡ് കൊടുത്താൽ ഓർക്ക് വേണ്ട കഴിച്ച് ഓരോരു ഭാഗത്തൊന്നും ഇരുന്നോളും. പിന്നെ ഒരു ഫുഡിൻ്റെ കാര്യം പറഞ്ഞു, ഞാൻ ബ്രീഡിങ്ങിൻ്റെ കാര്യം പറഞ്ഞ് ബാക്കിയുള്ള കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ ഇവർ പ്രൈസിൻ്റെ കാര്യം ഞാൻ ഇപ്പോൾ പറഞ്ഞല്ലോ, ഏകദേശം 15-നും 25-നും ഇടയ്ക്കാണ് ഇവർ പ്രൈസ് റേഞ്ച് വരുന്നത്. അത് ക്വാളിറ്റി അനുസരിച്ചിട്ടാണ് ബേഡ്സിൻ്റെ പ്രൈസ് എല്ലാവരും നിശ്ചയിക്കുന്നത്. അത് ഞാൻ കൊടുക്കുന്ന ഫുഡ് ആയിരിക്കില്ല മറ്റുള്ള ബ്രീഡേഴ്സും കൊടുക്കണം എന്ന് ഒരിക്കലും വിചാരിക്കരുത്. അപ്പോൾ അതിനനുസരിച്ച് ബ്രീഡിങ്, അതുകൊണ്ട് തന്നെ ബേഡ്സിൻ്റെ റേറ്റ് തമ്മിൽ വ്യത്യാസം വരാൻ കാരണമുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ 15-25 പറഞ്ഞാൽ ഓക്കെ ഇതിൻ്റെ ഇടയിലാവുന്ന ഒരിക്കലും പ്രതീക്ഷിക്കരുത്. അത് ബേഡ്സിൻ്റെ ക്വാളിറ്റി, ഏജ് അതൊക്കെ ബേസ് ചെയ്തിട്ട് റേറ്റ് മാറാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പം ഇത്തരം കാര്യങ്ങളാണ് ഇവരെ പറ്റി എനിക്ക് നിലവിൽ അറിയുള്ളൂ. കാരണം ഇത് പലരിൽ നിന്ന് ഞാൻ കളക്ട് ചെയ്ത ഇൻഫർമേഷൻസ് ആണ്. ഇതിൽ എത്രത്തോളം സത്യം എത്രത്തോളം നുണണ്ട് കാര്യങ്ങളൊന്നും എനിക്ക് അറിയില്ല. പക്ഷെ ഞാൻ വിക്കിപീഡിയയിലും ഞാൻ അതേപോലെ തന്നെ സെർച്ച് ചെയ്ത സമയത്ത് തന്നെയാണ് കണ്ടത്. കഴിഞ്ഞത് തെക്ക് കിഴക്കൻ പ്രദേശത്താണ് ഇവരെ ഒറിജിൻ, അത് ഇവരെ ജനസ്ഥലം അവിടെയാണെന്നാണ് അറിയാൻ സാധിച്ചത് കേട്ടോ. അപ്പോൾ എനിക്ക് ആ ഇൻഫർമേഷൻ്റെ അറിവ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ബ്രീഡിങ് ചെയ്യുന്നത്, ഞാൻ ഫുഡ് കൊടുക്കുന്ന കാര്യങ്ങളാണ് ഞാൻ ഇതിലൂടെ പറഞ്ഞത്. അപ്പം നിങ്ങൾക്ക് പോറ്റാൻ ഞാൻ റെക്കമെൻഡ് ചെയ്താൽ സത്യം പറഞ്ഞാൽ റെക്കമെൻഡ് ചെയ്യും കേട്ടോ. കാരണം വെച്ചാൽ ഒരു രസമാണ്. നമുക്കൊരു ബ്രീഡിങ് വരുമ്പോൾ എനിക്ക് കാണാൻ നല്ല രസമാണ്. 5 വർണ്ണം നല്ല കേട്ടോ, മെയിലിനെ കാണാനാണ് ഏറ്റവും രസം. ഇതിൽ ഭയങ്കര രസമാണ് മെയിൽസിനെ കാണാൻ. നമ്മളെല്ലാ വർഗ്ഗങ്ങളിലും മെയിൽസ് എന്നുള്ള പോലെ തന്നെയാണ് ഇവരെ വർഗ്ഗത്തിലും മെയിൽസിനെ കാണാൻ കേട്ടോ, ഭയങ്കര ഭംഗി. കൊനൂർസിലൊക്കെ പറയാൻ കഴിയില്ല കേട്ടോ. കാരണം കൊനൂർസ് അതേപോലെ തന്നെ ഫിഞ്ചസ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഓരോ മെയിൽ ഫീമെയിലൊക്കെ ഏകദേശം സെയിം ആണ് വരുന്നത്. ഓക്കെ, അതേപോലെ തന്നെ നമ്മളെ സീബ്രയിലൊക്കെയാണ് മെയിൽ ഫീമെയിൽ നമുക്ക് മാറ്റം. ബാക്കിയുള്ള ബംഗാളി ഫിഞ്ചസ്, ക്രസ്റ്റഡ് ഫിഞ്ചസ്, അതുപോലെ ആൽബിനോസ്, അതേപോലെ തന്നെ പല ഫിഞ്ചസുകളും, അതുപോലെ തന്നെ കൊനൂർസിലാണ് സൺകൊനൂർ, പൈനാപ്പിൾ കൊനൂർ, അതേപോലെ തന്നെ യെല്ലോ ഷെയ്ഡ്, അതൊക്കെ ആണെങ്കിലും മെയിൽ ഫീമെയിലൊക്കെ ഓൾമോസ്റ്റ് സെയിം ആണ്. നമ്മൾ ഓരോ DNA ഒക്കെ ഇടാറുണ്ടെന്ന് പറഞ്ഞില്ലേ. പക്ഷെ ഇവരെ നമുക്ക് DNA വരേണ്ട ആവശ്യമില്ല. ഓൾറെഡി നമുക്ക് മെയിലും ഫീമെയിലും കൺഫർമേഷൻ പെട്ടെന്ന് സാധിക്കും കേട്ടോ. അതായത് മെയിലിനെ കണ്ടില്ല, മെയിൽ എപ്പോഴും ഭംഗി കൂടുതലുള്ള മെയിലിനായിരിക്കും, മനസ്സിലാണ്. ഇതിൻ്റെ ഫീമെയിലിനെ നമുക്ക് ഇവർ യെല്ലോ സീരീസ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ യെല്ലോ സീരീസിലുള്ള ഫീമെയിൽ നമുക്ക് നഷ്ടപ്പെട്ടാണ് കേട്ടോ. ഭയങ്കര സങ്കടമാണ് എനിക്കതിൽ. നല്ലൊരു ഫീമെയിൽ കാണാൻ ഭയങ്കര ഭംഗിയാണ് കാണാൻ. ഇവരെ നമ്മൾ ബ്രീഡിംഗ് പെയർ എന്ന് പറഞ്ഞ് കൊണ്ടുവന്നതാണ്. അതേപോലെ തന്നെ ഇത് ബ്ലൂ സീരീസിൻ്റെ ഫീമെയിൽ നമ്മൾ ബ്രീഡിംഗ് പെയർ കണ്ട് കൊണ്ടുവന്നത് കേട്ടോ. ഇവർ അങ്ങോട്ട് എന്താ പറയുക, പെയർ ആയിട്ടില്ല ഇതുവരെ. അതുപോലെ തന്നെ എനിക്കറിയാൻ പറ്റിയ വേറൊരു കാര്യം പറഞ്ഞുതരാം. ഇവർ മെയിലും ഫീമെയിലും തമ്മിൽ ഭയങ്കര ബോണ്ടിങ് ആയിരിക്കുന്നത്. അതായത് ഇവർ പെയറാക്കിയ ശേഷം ഇവർ ഭയങ്കര ബോണ്ടിങ്, ഒരു വട്ടം ബ്രീഡൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയാൽ പറയും വേണ്ട, അത്രയും ബോണ്ടിങ് ആയിരിക്കും. അപ്പോൾ വേറൊരു ഫീമെയിൽ നമ്മൾ ഇട്ടാലും പെട്ടെന്നൊന്നും അങ്ങോട്ട് ഇവർ തമ്മിൽ ബ്രീഡിങ്ങോ മേറ്റിങ്ങോ കാര്യങ്ങളോ നടക്കില്ല. അപ്പം അതെന്നോട് പറഞ്ഞത്. അപ്പോൾ അതിനാണ് നമ്മളിപ്പോൾ ഒരു 2 feet കേജിൽ നമ്മൾ ഇവരെ വിട്ടിരിക്കുന്നത്, ഒന്ന് അടുത്തോട്ട് വെച്ചിട്ട്. അപ്പോൾ ഞാൻ മിക്കപ്പോഴും അമ്മേനെ വിളിച്ച് ചോദിക്കാറുള്ള സമയത്ത് അമ്മ പറയാറ് അടുത്ത് നിൽക്കുന്നില്ല, രണ്ടറ്റത്താണ് ഇരിക്കുന്നത്. ഇപ്പോൾ കുറച്ചായിട്ട് ഇവരൊന്നും അടുത്തുണ്ടല്ലേ, ഇപ്പോൾ കുറച്ചായിട്ട് കുഴപ്പമില്ലാതെ അടുത്തിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം
ഇത് പറയാനാണ് ഞാൻ വീഡിയോ ചെയ്തത്. അപ്പോൾ നമ്മുടെ അടുത്ത് വരുന്ന ഓരോരോ പുതിയ ബേഡ്സിൻ്റെയും വീഡിയോസ് നമ്മൾ ഈ ചാനൽ തന്നെ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവ് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടുള്ള ബെല്ലൈക്കണും എനേബിൾ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.